Welcome to the channel Swasta Foods. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കറി അല്ലെങ്കിൽ സോയ ചങ്ക് ഗ്രേവിയാണ്. സോയാബീൻ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റൊട്ടിയുടെ കൂടെ അതുപോലെ തന്നെ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ സോയ ചങ്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 100 ഗ്രാം സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേറെ എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, 2 മീഡിയം സൈസ് തക്കാളി ഗ്രേറ്റ് ചെയ്തത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്. ഇനി ഒരു പാത്രം വെക്കുക. പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 4 to 5 മിനിറ്റ്സ് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നല്ല സോയാബീൻ നല്ല സോഫ്റ്റായിട്ട് നല്ല ഇങ്ങനെ വലുതായിട്ട് പൊങ്ങി വരും നമുക്ക് കാണാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് നമുക്ക് കുറച്ച് നോർമൽ വെള്ളം ഒഴിക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വെള്ളം നല്ലോണം പിഴിഞ്ഞ് കളയാം. ഇങ്ങനെ പിഴിഞ്ഞ് കളയുക. വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് ഞാനിവിടെ സ്ക്വീസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന സോയ ചങ്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി വെക്കുക. ചൂടായി കഴിയുമ്പം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അതിലോട്ട് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ എടുത്തേക്കുന്ന 2 ചെറിയ കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക. ഇനി 1/2 ടീസ്പൂൺ ജീരകം. ഇനി നമ്മൾ എടുത്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത്. ഇനി നല്ലോണം വഴറ്റുക. ഉള്ളി ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ച ഗ്രേറ്റഡ് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റുക. ടൊമാറ്റോ നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല ആഡ് ചെയ്യാം. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി മല്ലിപ്പൊടി ഇടാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. അപ്പം മസാല നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക.
നല്ലോണം മിക്സ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഗ്രേവിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി 1/2 ടീസ്പൂൺ പെപ്പർ ഇടുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.